മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് ക്യാബിനറ്റ് നടത്തിയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചീഫ് സെക്രട്ടറി അവതരിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തീരുമാനമെടുത്ത പ്രകാരം രണ്ട് സ്ഥലങ്ങളിലായിട്ട് നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റോൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലുമായിട്ട് ആണ് മോഡൽ ടൗൺഷിപ്പ് ഉയർന്നു വരുന്നത്. അപ്പോൾ മോഡൽ ടൗൺഷിപ്പിൻ്റെ പ്രത്യേകതകൾ കാണിക്കുന്നൊരു ഫിലിം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ ആവിഷ്കാരത്തിൻ്റെ ചില സവിശേഷതകൾ മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പം രണ്ട് ടൗൺഷിപ്പും, ഇപ്പം കൽപ്പറ്റയിൽ വരുന്ന ടൗൺഷിപ്പ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പം അവിടെയാണ് കൂടുതൽ നമ്പേഴ്സ്, യൂണിറ്റ് പ്ലോട്ടുകൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അവിടെ 5 സെൻറ്റ് വെച്ചുള്ള പ്ലോട്ടിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളാണ് ഉണ്ടാകുന്നത്. അവിടെ ഇൻറ്റേർണൽ റോഡ്സ് ഉണ്ടാകും, പാർക്ക് സംവിധാനങ്ങളുണ്ടാകും, പബ്ലിക് അമ്യൂണിറ്റീസ് ഉണ്ടാകും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കൺസ്ട്രക്ഷൻ രീതി എന്ന് പറയുന്നത് സസ്റ്റൈനബിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയായിരിക്കും. ഇപ്പം സീസ്മിക് സോൺ 3യിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് RCC ഫ്രെയിമിൽ പ്രകാരമുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും ഇവിടെ ഇത് നടത്തി വരിക. കമേഴ്ഷ്യൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ NH ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി ഏരിയയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അബട്ട് ചെയ്തുകൊണ്ടുള്ള കമേഴ്ഷ്യൽ സ്പേസസും ഉണ്ടാകും. ഇത് കൽപ്പറ്റയുടെ സ്വഭാവം. നെടുമ്പാല വരുമ്പോഴത്തേക്കും നെടുമ്പാല കുറച്ചും കൂടി ഒരു ഹില്ലി ഏരിയയാണ്. അപ്പോൾ ആ ഹില്ലി ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ലോപ്പിങ്ങിൻ്റെ ഒരു സൗകര്യവും സംവിധാനവും കൂടി നോക്കിയിട്ടാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ ഇത് ചെയ്യുന്നത്. നെടുമ്പാല മേപ്പാടി പഞ്ചായത്ത് പ്രദേശത്താണ് വരുന്നത്. പഞ്ചായത്ത് പ്രദേശമാണ്, കുറച്ചുകൂടി കാർഷിക സ്വഭാവമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ 10 സെൻറ്റിലായിരിക്കും. ഇപ്പോൾ ലൈവ്ലിഹുഡ് ഇൻഫ്രാസ്ട്രക്ചറും കൂടി വീട്ടോട് ചേർന്ന് വെക്കുന്നതിന് സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ രീതിയിൽ 10 സെൻറ്റ് വെച്ച് ഉള്ള വീടുകളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ദൃശ്യാവിഷ്കാരത്തിൽ 5 സെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ വരാൻ പോകുന്നത് 10 സെൻറ്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റാണ്. നമ്മൾ വീടുകളുടെ 2-3 ഡിസൈൻ അവിടുത്തെ ടോപ്പോഗ്രാഫിക്ക് അനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഇതിൽ ഫൗണ്ടേഷൻ 2 നില കെട്ടുന്നതിനുള്ള സൗകര്യം കൂടി വെച്ചുകൊണ്ടാണ് ഫൗണ്ടേഷൻ എഴുതിയിരിക്കുന്നത്. അതാണ് ആമുഖമായിട്ട് പറയുന്നത്. ഇനി വീഡിയോ കാണാം.
മൊത്തത്തിൽ ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഇറ്റ്സ് ഓക്കെ. എൻ്റെ അവസാനത്തെ ഇതൊന്ന് ഹോൾഡ് ചെയ്യാമോ? അവസാനത്തെ എന്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഇത് നെടുമ്പാലയുടെയാണ്. നെടുമ്പാലയായിപ്പോയി, സാരമില്ല, നമുക്ക് നെടുമ്പാല തുടങ്ങാം. ആ കാര്യം പിന്നെ പറയാം. അതിൽ വീടുകളെല്ലാം ക്ലസ്റ്ററായിട്ടാണ് ഞാൻ കാണിക്കാനായി ആഗ്രഹിച്ചതായിരുന്നു. ക്ലസ്റ്ററിൻ്റെ രൂപത്തിലാണ് വീടുകളെ ഇത് ചെയ്യുക. അപ്പം ഈ ക്ലസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്ലേ ഗ്രൗണ്ട് സ്പേസ് ഉണ്ടാകും, അവർക്ക് പാർക്കിംഗ് സംവിധാനങ്ങളുണ്ടാകും. അപ്പോൾ ഓരോ പ്രദേശത്തിലും ഇവിടുത്തെ ടോപ്പോഗ്രഫി അനുസരിച്ചിട്ട് ക്ലസ്റ്റേഴ്സിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നതായിട്ടാണ്. അതിൻ്റെ വീഡിയോൻ്റെ അവസാനത്തെ ഷോട്ട് അതായിരുന്നു. ആ ക്ലസ്റ്ററിൻ്റെ സ്പേസ് കാണാൻ പറ്റുമായിരുന്നു. ഇനി നെടുമ്പാലയെ കൂടി കാണാം. നെടുമ്പാലയുടെ പ്രത്യേകത, ഇപ്പോൾ കൽപ്പറ്റയിൽ കുറച്ചുകൂടി ലെവൽ ഗ്രൗണ്ട് ഉള്ളപ്പോൾ നെടുമ്പാലയിൽ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി സ്റ്റീപ്പ് സ്ലോപ്പുള്ള പ്രദേശമാണ്. കാരണം ഇത് ഇപ്പം ഈ നെടുമ്പാല എസ്റ്റേറ്റിൻ്റെ സ്വഭാവം തന്നെ ഇപ്പം അതിൻ്റെ ഇൻക്ലൈൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ബാക്കി കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തന്നെയും വീടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറച്ചുകൂടി ലിമിറ്റഡാണ് കൽപ്പറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ അതാ നെടുമ്പാല തുടങ്ങുകയാണ്. നെടുമ്പാല കാണട്ടെ. ലീവ് ഇറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് നെടുമ്പാല. കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സ്ലോപ്പ് കാണാം, കുറച്ചും കൂടി ഡീപ്പ് സ്ലോപ്പ് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ സ്ലോപ്പ് എവിടെയൊക്കെ അനുവദിക്കുന്നോ അവിടെയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്തുണ്ടായി വന്നിട്ടുള്ളത്. ഈ രണ്ട് ഇടത്തും വാട്ടർ ലൈൻ, കറണ്ടിൻ്റെ സംവിധാനം, പിന്നെ കൂടാതെ എസ് ടി പി സംവിധാനങ്ങളും കൂടി ഉണ്ടാകുന്നതായിരിക്കും. അപ്പം വേസ്റ്റ് മുതൽ എല്ലാ അമ്യൂണിറ്റീസും, വേണ്ടിവരുന്ന അമ്യൂണിറ്റീസും എല്ലാം കൂടി കംപ്ലീറ്റ്ലി ഉൾക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ടൗൺഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ഈ രണ്ടിടത്തും ഓൾറെഡി നിലവിലുള്ള സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്.
ആ സെറ്റിൽമെൻറ്റ്സിന് അനക്കുന്നില്ല. അവർക്കും ഈ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വീടിൻ്റെ സ്ട്രക്ചർ തന്നെ വ്യത്യാസം കാണുന്നുണ്ടാവും. ആ വ്യത്യാസം വരാനുള്ള കാരണം സ്ലോപ്പിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ടാണ്. എല്ലായിടത്തും എൻവയൺമെൻറ്റ് സേഫ് ഗാർഡ്സും കൂടി കണ്ടുകൊണ്ട് തന്നെ ഏരിയയിലെല്ലാം തന്നെ നമ്മൾ ബഫർ സോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബഫർ സോൺ കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ നെടുമ്പാലയിലും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവിഷ്കാരം കാണിച്ചിരിക്കുന്നത് 5 സെൻറ്റ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. പക്ഷെ അത് 10 സെൻറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ പുനഃക്രമീകരിക്കാം. എല്ലാവർക്കും നവവത്സരാശംസകൾ. ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് ചിലരെ സ്മരിക്കേണ്ടതുണ്ട്. ഒന്ന് MT ആണ്. പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച MT തൻ്റെ കലാസാഹിത്യ ജീവിതത്തിലൂടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും കേരളത്തിൻ്റെ ജനാധിപത്യ മതേതര സംസ്കാരത്തിൻ്റെ ദീപശിഖയെ കൂടുതൽ തിളക്കത്തോടെ ജ്വലിപ്പിച്ചു. ഇതിഹാസതുല്യമായ ആ ജീവിതത്തിന് തിരശീല വീണിരിക്കുകയാണ്. പക്ഷേ MT മലയാളമുള്ളിടത്തോളം കാലം അമരനായിരിക്കും. ആ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയതും ഇക്കഴിഞ്ഞ ദിവസമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പോയ വർഷം നമ്മെയാകെ വേദനിപ്പിച്ച ദുരന്തമായിരുന്നു മേപ്പാടി ഉരുൾപൊട്ടൽ. അതിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നേരത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുനരധിവാസ പാക്കേജിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ തീരുമാനങ്ങൾ. രാജ്യം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമാണ് മേപ്പാടി പഞ്ചായത്തിൽ ഉണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായത്. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം സാധ്യമായ ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത്. അതിനായി ലോകമാകെയുള്ള മലയാളികൾ ഒറ്റ മനസ്സായി ചേർന്ന് നിന്നു. സഹായഹസ്തവുമായി അനേകം പേർ എത്തി. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്നതിനായാണ് സർക്കാർ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും സമയബന്ധിതമായി പുനരധിവാസം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിടപ്പാടം നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരേയിടത്ത് പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമി കണ്ടെത്താൻ വയനാട്ടിൽ പ്രയാസമുണ്ട്. വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം. അതിന് സഹായവുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കും.
എല്ലാ സഹായങ്ങളും ഏകോപിച്ചായിരിക്കും പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക. കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ടൗൺഷിപ്പിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം വഴിയാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. തോട്ടം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനുള്ള നിലപാട് തുറന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ പുനരധിവാസം സാധ്യമാക്കുക. ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥലം കൈവശം വെച്ചവർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം 2005 പ്രകാരം എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ടും നഷ്ടപരിഹാരത്തിൻ്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ടും ഫയൽ ചെയ്ത റിട്ട് ഹർജികളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. കണ്ടെത്തിയ ഭൂമിയിൽ പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിന് ശേഷം എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 58.5 ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ 48.96 ഹെക്ടറുമാണ് ഏറ്റെടുക്കുക. ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും. ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ്. ഇപ്പോൾ ഫീൽഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ കണിശതയുള്ള കണക്കുകൾ ലഭ്യമാകും. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത്. അതിനനുസൃതമായി ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റുമായിരിക്കും നൽകുക. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യകേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. ദുരന്തബാധിത കുടുംബങ്ങളുടെ അന്തിമ ലിസ്റ്റ് 2025 ജനുവരി 25 പുറത്തിറക്കാൻ കഴിയും വിധമാണ് പ്രവർത്തനങ്ങൾ നീക്കുന്നത്. ദുരന്തത്തിന് ഇരയായവർക്ക് ഉപജീവനമാർഗം ഒരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തുകയുണ്ടായി. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽപ്പെടുന്ന 4658 പേരടങ്ങുന്ന 1084 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത്. ഇതിൽ 79 പേർ മൃഗസംരക്ഷണ മേഖലയാണ് തിരഞ്ഞെടുത്തത്. 192 പേർ കാർഷിക മേഖലയും 1034 പേർ സൂക്ഷ്മ സംരംഭങ്ങളും 585 പേർ മറ്റ് വരുമാനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമാണ് തിരഞ്ഞെടുത്തത്. പ്രത്യേക പരിഗണന നൽകേണ്ടതായിട്ടുള്ള സ്ത്രീകൾ മാത്രമുള്ള 84 കുടുംബങ്ങളെയും വിധവകൾ മാത്രമുള്ള 38 കുടുംബങ്ങളെയും കുട്ടികൾ മാത്രമുള്ള 3 കുടുംബങ്ങളെയും വയോജനങ്ങൾ മാത്രമുള്ള 4 കുടുംബങ്ങളെയും ഒരംഗം മാത്രമുള്ള 87 കുടുംബങ്ങളെയും മൈക്രോ പ്ലാൻ സർവേ വഴി കണ്ടെത്തി. ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും. ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും. ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല. ദുരന്തബാധിതരെ മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിച്ച് പുനരധിവസിപ്പിക്കുന്നതാണെന്നും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയായി PMC കിഫ്ബിയെ ചുമതലപ്പെടുത്തുന്നതാണെന്നും നേരത്തെ റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തിയപ്പോൾ അറിയിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ തയ്യാറെടുപ്പുകൾ
ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കിഫ്ബി വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതിൽ നിയമ ധനകാര്യ വകുപ്പുകളുടെ അഭിപ്രായം തേടിയ ശേഷം മന്ത്രിസഭ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭരണവകുപ്പായി ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ EPC പ്രകാരം അംഗീകരിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ധനനിയമവകുപ്പുകളുടെ അഭിപ്രായപ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു. ഭരണാനുമതി നൽകുന്നതിന് മുൻപ് DSR 2018 പ്രകാരമുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് തത്വത്തിലുള്ള അംഗീകാരം നൽകിയത്. ത്രിതല സംവിധാനമാണ് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ഉണ്ടാവുക. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റുമാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. പദ്ധതി നടത്തിപ്പിലെ സുതാര്യതയും ഗുണമേന്മയും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി ഉറപ്പുവരുത്തും. സർക്കാർ PMC പ്രതിനിധികളും മൂന്നാം കക്ഷി എന്ന നിലയിൽ ഒരു സ്വതന്ത്ര എഞ്ചിനീയർ, സ്വതന്ത്ര ഓഡിറ്റർ എന്നിവരും അടങ്ങിയ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഉള്ള സംവിധാനമായിരിക്കും ഈ സമിതി. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കരാർ രേഖകളും പരിശോധിച്ച് ശുപാർശ ചെയ്ത് അംഗീകാരത്തിനായി ചീഫ് സെക്രട്ടറിക്കും ഭരണവകുപ്പിനും നൽകുന്നതിന് ധനകാര്യ വകുപ്പിനെ ചുമതലപ്പെടുത്തി. 23/8/2019 ഉത്തരവ് പ്രകാരം സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ നിലവിലെ നിരക്ക് ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ കാര്യത്തിൽ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകും ഒരു കുടുംബത്തിന്. ഇതേ തുക തന്നെ വിലങ്ങാട്ടെ പുനരധിവസിപ്പിക്കേണ്ട ദുരന്തബാധിതർക്കും അനുവദിക്കും. ഈ രണ്ട് ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ഇരയായവർക്ക് മാത്രമാണ് ഈ തീരുമാനം ബാധകമായിരിക്കുക. പുനരധിവാസം വേണ്ട 5 ട്രൈബൽ കുടുംബങ്ങളാണുള്ളത്. അവരുടെ താല്പര്യമനുസരിച്ചുള്ള പുനരധിവാസമാണ് ഏർപ്പെടുത്തുക. ഇപ്പോൾ അറിയുന്നത് 4 കുടുംബങ്ങൾ ടൗൺഷിപ്പ് തന്നെ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ എല്ലാവരും ടൗൺഷിപ്പ് സ്വീകരിക്കാൻ ഇടയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ താല്പര്യമനുസരിച്ചുള്ള പുനരധിവാസം ഏർപ്പെടുത്തും. ധനവകുപ്പ് അംഗീകരിച്ച പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് ഫ്രെയിംവർക്ക് അംഗീകരിക്കും. സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുക സ്വീകരിക്കുന്നതിനും അത് വയനാട് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കും. വയനാട് പുനരധിവാസ പദ്ധതിക്കായി CMDRF, SDRF, സ്പോൺസർഷിപ്പ്, CSR ഫണ്ട്, PDNAയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിനായി വിനിയോഗിക്കും. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് 2 ഘട്ടമായിട്ടാണെങ്കിലും പുനരധിവാസം ഒരുമിച്ച് നടപ്പിലാക്കും. അതായത് ഒരു കൂട്ടർ വീട് തകർന്നു പോയവരാണ്. ആ വീട് തകർന്നു പോയവർ ദുരന്തത്തിനിരയായി വീട് തകർന്നുപോയി, അവരെയാണ് പുനരധിവസിപ്പിക്കുന്നതിന് ആദ്യം മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് കാണുന്ന മേഖലയിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരും അവിടുന്ന് പുറത്താണ്, ഇപ്പോൾ വാടക വീട്ടിൽ താമസിക്കുക. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് കണക്കെടുക്കുന്നതെങ്കിലും പുനരധിവാസം ഒരേ ഘട്ടത്തിൽ തന്നെ ഈ 2 വിഭാഗത്തിനും ഒന്നിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകൾ വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുടെ യോഗം ഇന്ന് ചേരുകയുണ്ടായി. 100-ലധികം വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത
38 സ്പോൺസർമാരുടെ യോഗമാണ് ചേർന്നത്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ മോഡൽ യോഗത്തിന് മുൻപാകെ അവതരിപ്പിച്ചു. സ്പോൺസർമാർക്ക് പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരും. ഓരോ സ്പോൺസർമാർക്കും നൽകുന്ന പ്രത്യേക ID നമ്പർ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, രാഹുൽ ഗാന്ധി MPയുടെ പ്രതിനിധി, കർണാടക സർക്കാർ പ്രതിനിധി, DYFI, KCBC, നാഷണൽ സർവീസ് സ്കീം, ശോഭ സിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. പുനരധിവാസ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും പ്രതിനിധികൾ വാഗ്ദാനം ചെയ്തു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം ദുരന്തത്തെ L3 ആയി അംഗീകരിച്ചുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി കത്തിൽ പറയുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചോ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ചോ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ചെലവഴിക്കാനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിനെക്കുറിച്ചോ കത്തിൽ സൂചനകളില്ല. ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17 ദുരിതാശ്വാസ മെമ്മോറാണ്ടത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. 1. മേപ്പാടി ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക, L3. 2. 1202.1 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതിനാൽ ദുരിതാശ്വാസത്തിനായി അടിയന്തര സഹായമായി 219 കോടി രൂപ നൽകുക. 3. ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക. രണ്ടാം ഘട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം നവംബർ 13 നൽകിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2221 കോടി രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. ഈ ആവശ്യം പരിഗണിച്ച് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ പുതിയ സ്കീമായ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ വിൻഡോ പ്രകാരം പരമാവധി സഹായം നൽകുക. ദുരന്തമുണ്ടായി 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ആദ്യ ആവശ്യം സംബന്ധിച്ച ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധിച്ച് ഈ ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കണ്ടെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നു. ഹൈലെവൽ കമ്മിറ്റി കൂടാത്തതിനാൽ അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കേണ്ട ഈ ശുപാർശ 2 മാസം വെളിച്ചം കണ്ടില്ല. ഹൈലെവൽ കമ്മിറ്റി യോഗശേഷം സംസ്ഥാനത്തിന് അയക്കുന്ന കത്തുപോലും ഡിസംബർ മാസത്തിലാണ് നൽകിയത്. പ്രസ്തുത കത്തിലും അതിതീവ്ര ദുരന്തമാണോ എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മാത്രമാണ് മേപ്പാടി ദുരന്തം ഒരു അതിതീവ്ര ദുരന്തമാണ് എന്ന് കേന്ദ്രം അംഗീകരിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചത്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഇത് ഇനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല. ആ ഒരു അവസരമാണ് ഈ കാലതാമസത്തിലൂടെ പ്രയാസത്തിലാകുന്നത്. പക്ഷേ തുറന്നുള്ള ശ്രമം സംസ്ഥാനം നടത്തുക തന്നെ ചെയ്യും. ഈ കത്തിലൂടെ കേരളത്തിൻ്റെ പ്രാഥമിക ആവശ്യം അംഗീകരിച്ചതിനാൽ തുറന്നു കിട്ടുന്ന അവസരങ്ങൾ സംസ്ഥാനം വിനിയോഗിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ 25% വരെ ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും. രണ്ടാമത്തത് SASCI
സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി വഴി ഇതുവരെ ഈ വർഷം കേരളത്തിന് ലഭിച്ച തുകയുടെ 50% അധികമായി ദുരന്ത നിവാരണത്തിനും ദുരന്തബാധിത മേഖലയിലെ പുനർനിർമ്മാണത്തിനും ആവശ്യപ്പെടാം. 3. MP ലീഡ്സ് രാജ്യത്തെ മുഴുവൻ എംപിമാരോടും മേപ്പാടി പുനർനിർമ്മാണത്തിന് തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. അത് ഒരു MP-ക്ക് 1 കോടി രൂപ വരെ അനുവദിക്കാവുന്നതാണ്. അവർ അനുവദിക്കേണ്ട കാര്യമാണ്. അങ്ങനെ അനുവദിക്കാൻ ഇതനുസരിച്ച് വ്യവസ്ഥയുണ്ട്. ഈ അവസരങ്ങളൊക്കെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിക്കും. കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഉന്നതതല കമ്മിറ്റി കൂടി 151 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചതെങ്കിലും കേരളത്തിൽ SDRF-ൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇത് ശരിയല്ല എന്ന് കണ്ട് ചില ശുപാർശകൾ കേന്ദ്രത്തിന് മുന്നിൽ പരിഗണനയ്ക്കായി നൽകിയിരിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യവും സമൂഹത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്നതുമായ കാര്യം ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുക എന്നതാണ്. 2005-ൽ പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൽ സെക്ഷൻ 13-ലൂടെ ഇത്തരമൊരു സാധ്യത ഉള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ദുരന്തബാധിതരുടെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്. വയനാട് രാജ്യത്തെ 112 ആസ്പിറേഷൻ ജില്ലകളിൽ ഒന്നാണ്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ജില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിട്ടുള്ള വയനാട് ജില്ലയിൽ അതിതീവ്രമായ ഒരു ദുരന്തം ഉണ്ടായിട്ടും ദുരന്തം ബാധിച്ച ജനങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക എന്ന പ്രാഥമികവും മനുഷ്യത്വപരവുമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. സെക്ഷൻ 13-ൻ്റെ നിയമപരമായ സാധ്യത വിനിയോഗിച്ച് ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാകണമെന്നതാണ് കാതലായ വിഷയം. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരണമെന്നാണ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ താലൂക്ക് തല അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സംഭവ വികാസങ്ങളുണ്ടായപ്പോൾ ചില ദിവസങ്ങൾ നീണ്ടുപോയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ അദാലത്ത് നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ ഫലപ്രദമായി സംഘടിപ്പിച്ചു. ഇതിലൂടെ നിരവധി പേരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. കലക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അദാലത്തുകൾ നടന്നത്. വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ 49 അദാലത്തുകളാണ് പൂർത്തീകരിച്ചത്. ഇനി 29 പൂർത്തീകരിക്കാനുള്ളത്. ഇന്നലെ വരെ അദാലത്തിലേക്ക് 36,931 പരാതികളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 12,738 പരാതികൾ തീർപ്പ് കൽപ്പിച്ചു. 19,253 പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. 4,940 പരാതികൾക്കാണ് അദാലത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. ഇതിൽ പകുതിയിലേറെ അദാലത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾക്ക് പുറത്തുള്ളതും നിയമപ്രശ്നങ്ങളടക്കമുള്ളതും അദാലത്തിൻ്റെ സമയപരിധിയിൽ തീർപ്പാക്കാൻ കഴിയാത്തതുമാണ്. ഈ പ്രക്രിയ ഇവിടെ അവസാനിക്കുകയല്ല, പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം കൂടുതൽ ശക്തമായി തുടരും. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. വീട് എത്ര എണ്ണമാണെന്ന് കണക്കുണ്ടാക്കിയിട്ടുണ്ടോ? വീട് എത്ര വീടാണ് നിർമ്മിക്കുന്നത്? ടോട്ടലി എത്ര യൂണിറ്റ്?
അതോടൊപ്പം തന്നെ ഈ നെടുമ്പാലയിലൊക്കെ ഈ ലയങ്ങളുണ്ടല്ലോ, പാടികളുണ്ടല്ലോ, അവിടങ്ങളിൽ താമസിച്ചവരുടെ റീഹാബിലിറ്റേഷൻ ഇതിനൊപ്പം പരിഗണിക്കുന്നുണ്ടോ? ഇവിടെ പുനരധിവാസം എന്നത് ദുരന്തത്തിനിരയായവരെയാണ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, പൂർണ്ണമായി തകർന്നു പോയവർ എല്ലാമുണ്ട്. അങ്ങനെയുള്ളതിനാണ് ആദ്യ മുൻഗണന. പിന്നെ നേരത്തെ പറയുമ്പോൾ പറഞ്ഞു, ഈ പ്രദേശത്ത് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ നമ്മൾ തന്നെ അവിടെ താമസിക്കരുതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരെ മാത്രമേ ഈ പുനരധിവാസ പ്രക്രിയയിൽ പരിഗണിക്കുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയുമ്പോൾ മുൻഗണന വീട് തകർന്ന് ദുരന്തത്തിൻ്റെ ഭാഗമായി വീട് തകർന്നവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാം ഘട്ടം എന്നത് ഈ നോഗോ സോൺ ആ പ്രദേശത്തുള്ളവർക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുനരധിവാസം രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും. ആ വീട് നിർമ്മാണം ഒന്നിച്ച് തന്നെയാണ് നടത്തുക. ഈ ഓരോ പ്രദേശത്തും നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണം നേരത്തെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി നമ്മൾ കണ്ടു. അതിൽ കൃത്യമായ നമ്പർ ഇപ്പോൾ പറയാറായിട്ടില്ല. അത് വീടുകളുടെ ആവശ്യകത നോക്കിയാൽ അത്രത്തോളം വീട് നിർമ്മിക്കാൻ ഇപ്പോൾ ഈ സ്ഥലം പോരാ. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വീടുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കേണ്ടതായിട്ട് വരും. അതിന് ഈ ഭൂമിയുടെ കിടപ്പ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെന്താണ് വഴി? ഒരു വഴി ഈ പൊതു സൗകര്യങ്ങൾ ചിലയിടത്ത് ഏർപ്പെടുന്നുണ്ട്. ആ സൗകര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശം ചിലത് ഉപയോഗിക്കാൻ പറ്റുമോ, ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കുന്നതാണ്. ആ പരിശോധനയുടെ ഭാഗമായി വീടിൻ്റെ എണ്ണം കൃത്യമായി നിശ്ചയിക്കുന്ന നിലയുണ്ടാകും. സ്പെഷ്യൽ പാക്കേജിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള പാക്കേജിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഇനിയിപ്പോൾ ഒരു കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് കരുതുന്നുണ്ടോ? കേന്ദ്രത്തിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് നമ്മളൊരു ആവശ്യമാണല്ലോ. ആ ആവശ്യം നമുക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും. അനുവദിക്കില്ല എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അനുവദിച്ചില്ലെങ്കിലും നമ്മൾ ആ ആവശ്യം വീണ്ടും ആവർത്തിച്ചു എന്ന നില വരും. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ കണ്ടിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ പുനരധിവാസം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടൈം ഫ്രെയിം എത്ര നാൾ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ ഏകദേശം? ഇത് വളരെ വേഗതയിൽ പൂർത്തിയാക്കും. അതായത് അതിൻ്റെ കൃത്യമായ സമയം ഒരു 2-3 ആഴ്ചകൾക്കുള്ളിൽ പറയാൻ പറ്റും. കാരണം ഈ ബന്ധപ്പെട്ട ഏജൻസികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായി ടൈം ഷെഡ്യൂൾ തീരുമാനിക്കും. ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് വേണ്ട അതിന്റെ ചെലവ് ഈ പറയുന്ന 38 സ്പോൺസർഷിപ്പിൽ തന്നെ കിട്ടുമോ, അതെല്ലാം പുറമെ സംഘടിപ്പിക്കുന്നത്? ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന ദുരന്തത്തിനിരയായ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിന് ധാരാളം ആളുകൾ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ നല്ല മനസ്സെല്ലാം നമ്മളുമായിട്ട് സഹകരിക്കുക തന്നെ ചെയ്യും, തുറന്ന് സഹകരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്ര കിട്ടുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ബാധ്യതയാണ് ഇത് പൂർത്തിയാക്കുക എന്നുള്ളത്. ആ ബാധ്യത നിർവഹിച്ചിരിക്കും. പ്രയോറിറ്റി അങ്ങ് പറഞ്ഞു. ഈ വീട് നഷ്ടപ്പെട്ടവരും താമസിക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഉള്ള ആളുകളും അതങ്ങനെ ഒരു പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മളൊരു കൃത്യമായൊരു പിന്നെ ആ പട്ടികയൊക്കെ റെഡിയാണല്ലോ. ആ പട്ടികയ്ക്കൊന്നും പ്രശ്നമില്ല. ഈ രണ്ടാമത്തെ പട്ടികയിൽ ഒരു പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. ഇത് നോഗോ സോണില്ലേ, ആ പറയുന്ന സ്ഥലത്തുള്ള ആളുകളെ അവിടെ ഒരു തർക്കമുണ്ടായി നേരത്തെ. അതായത് ഒരു വിദഗ്ധ സമിതി, ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സമിതി അവിടെ പരിശോധന നടത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർ കണ്ട ഭാഗം അടയാളപ്പെടുത്തണം. അതിന് പുറപ്പെട്ടപ്പോൾ അവിടെ ചില എതിർപ്പുകളുണ്ടായി. ഒരു ദുരന്തമുഖത്ത് ഈ എതിർപ്പിൻ്റെ മുന്നിലൊന്നും വേറെ നിലപാട് സ്വീകരിക്കല്ലാരോ വേണ്ടത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് അതങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഇനി അത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആ എതിർത്തവരോട് പറയാനുള്ളത് ഇനി എതിർക്കാൻ പുറപ്പെടേണ്ടെന്നാണ്. അത് അടയാളപ്പെടുത്തി ആ മേഖല ഏതാണോ, ആ മേഖലക്കൊക്കെ അകത്തുള്ള കുടുംബങ്ങൾ ഏതാണോ
ആ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന് അർഹത. അതിനപ്പുറത്തും ആളുകളുണ്ടാകാം, അവരാഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന് ആ മേഖലയിൽ താമസിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കും, ഇപ്പം തന്നെ തീരുമാനിക്കും. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇവർക്ക് തന്നെ കൊടുക്കുക, അങ്ങനെ ഉടമസ്ഥാവകാശം അവർ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഇവിടുന്ന് മാറിപ്പോയാലും ആ സ്ഥലമെല്ലാം അവരുടെ തന്നെയായിരിക്കും. അവരുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയായിരിക്കും. ടൗൺഷിപ്പ് വരുന്ന പുതിയ ടൗൺഷിപ്പിൻ്റെതും ഉടമസ്ഥാവകാശം അവർക്കുണ്ടാവും. പക്ഷേ ഒരു കാര്യം മാത്രം, അത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, എന്നാൽ തീരുമാനിക്കാൻ പോകുന്ന കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം അറിയാമല്ലോ, ചില ഘട്ടത്തിൽ ഈ ചില ആവശ്യങ്ങൾ വെച്ചങ്ങ് ചില ആവശ്യങ്ങൾ വെച്ച് വിൽപ്പനക്ക് തയ്യാറാവുമല്ലോ. അങ്ങനെ ആ വിൽപ്പന പിന്നെ പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു സാധാരണ ചില നിബന്ധനകൾ വരുമല്ലോ, അതുമാത്രം. ബാക്കി എല്ലാ ഉടമസ്ഥാവകാശവും അവർക്കുണ്ടാവും. ഇവിടെ ഈ പുനരധിവാസം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് സർക്കാരിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാവും, അതല്ല അവരുടെ ജീവിത വരുമാനം തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും? എല്ലാ കാലവും ഗവൺമെൻറ് സഹായിച്ചുകൊണ്ടേ ഇരിക്കൂലല്ലോ, അതൊരു പുനരധിവാസത്തിലും ഇല്ല. അത് ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. അല്ല, മറ്റൊരു കാര്യം പിന്നീട് എടുക്കാം. അതാണ് in Shivagiri, you had made a statement that the Sanatana Dharma is not compatible with democracy and it is a favorite word for a monarch and casteist. This has caused a lot of discussion. Your response to it, CM? അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാൻ സമയമില്ല. You stand by the same statement. എന്താ സംശയം? ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത്. ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം. ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട്. ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത്. അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെ പറ്റി പറയുകയുണ്ടായി. അതാണ് ഉണ്ടായത്. എൻ്റെ നിർദ്ദേശമല്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്. എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി. അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അത് നല്ലതാണെന്ന് പറഞ്ഞു. ഉണ്ട് അല്ല, അതല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ. അല്ല, അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നല്ല നിർദ്ദേശമായിരിക്കും. അത് ചർച്ച ചെയ്തോട്ടെ. The Chief Minister is only criticizing the Sanatana Dharma. It does not, it goes soft on other and is specifically targeting the majority in this regard. This is a statement that most of the BJP leaders have അതല്ലേ stated. ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞാണ്. സനാതന ധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ, ഇപ്പോഴല്ല, ഒരു കുറേ മാസങ്ങൾക്കോ 1-2 വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു, ഒരു യോഗത്തിൽ ഒരു BJP നേതാവ്, അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ്, അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ കാര്യം ശരിയല്ല, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലതുണ്ടാവും. അന്ന് തന്നെ പറഞ്ഞതാണ്. അതെൻ്റെ നിലപാടാണത്. സനാതന ധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല. അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു. പുതിയ ഗവർണറെ സ്വീകരിക്കാൻ പോകണം. അതാണ് ഞാൻ തിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല നിങ്ങൾ.
തീർച്ചയായും അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് പൊതുപരിപാടികളായാലും, അത് സ്വകാര്യ പരിപാടിയായാലും സർക്കാർ പരിപാടിയായാലും ഏത് തരത്തിലുള്ള പരിപാടിയായാലും, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം അത് നടത്താറില്ല എന്നുള്ളത്. സ്വകാര്യ പരിപാടികളിൽ മറ്റ് സുരക്ഷാ കാര്യങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോകാറില്ല. പക്ഷേ സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗ്ഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. ബാക്കിയെല്ലാം പിന്നെയാകാം.